സങ്കീർത്തകൻ പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. നാം എല്ലാവരും എപ്പോഴും സന്തോഷത്തിലായിരിക്കാനാണ് ആഗ്രഹിക്കുക. നാം എല്ലാം അങ്ങനെയായിരിക്കാനാണ് ദൈവവും ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ദൈവപുത്രനായ ഈശോയെ ലോകത്തിന് നൽകാൻ ദൈവം തിരുമനസ്സായത്. സമ്മിശ്ര ദുഃഖങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ആനന്ദത്തിന് പൂർണ്ണത കൈവരിക്കാൻ ദൈവജനനിയായ പരിശുദ്ധ അമ്മയുടെ സന്തോഷം നമുക്ക് ധ്യാനിക്കാം. മാതാവിൻ്റെ ജീവിതത്തെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ലോകത്തിന് സുഖം തേടിയുള്ള ഒരു യാത്രയല്ല അതെന്ന് മനസ്സിലാക്കാനാകും. നന്ദി ചെറുപ്പത്തിലെ കുഞ്ഞുമേരിയെ മാതാപിതാക്കൾ ദേവാലയത്തിലാക്കി. യുവകന്യകയായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഗർഭധാരണം, കുഞ്ഞിൻ്റെ ജനനത്തിലും ശൈശവ ബാല്യ വളർച്ചകളിലെല്ലാം അരക്ഷിതാവസ്ഥകൾ, യൗവനത്തിൽ അവൻ്റെ മേലുള്ള കുറ്റാരോപണങ്ങൾ, അവസാനം ഒരു കുറ്റവാളിയെ പോലെ ആഘോഷിക്കപ്പെടുന്നു. ഈ ജീവിതം വ്യാകുലങ്ങളുടെ ഒരു ഘോഷയാത്രയായി സാധാരണ വ്യക്തികൾക്ക് തോന്നും. മറിയം അവൾ വിശ്വാസത്തിൽ ദൈവത്തിന് ജീവിതം സമർപ്പണം ചെയ്തവളാണ്. ഒരു വിശ്വാസിക്ക് മാത്രമേ ദൈവം അരുളി ചെയ്യുന്നതെല്ലാം, ദൈവിക പദ്ധതിയിൽ വരുന്നതെല്ലാം ഭാഗ്യകാരണമാകൂ. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കുക, വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന്. വിട്ടുമാറാത്ത ഇരുട്ടിലും കൂടെ നിൽക്കുന്ന സാന്നിധ്യമാണ് ദൈവമെങ്കിൽ ആ കരം പിടിക്കാൻ സമർപ്പണം ചെയ്തവളാണ് അമ്മ. ഈ വിശ്വാസ സമർപ്പണമാണ് അവളെ ആനന്ദപൂരിതയാക്കിയത്. സ്വർഗദൂത് ലഭിച്ച നാൾ മുതൽ ഹൃദയത്തിൽ ഈശോയെ പിരിയാതെ മരണശേഷവും പ്രത്യക്ഷീകരണത്തിലൂടെ അമ്മ ഈശോയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നതെന്ന് ധാരാളം കേട്ടിട്ടുണ്ട്. ഒരു കഥ ഇങ്ങനെ: ഒരു കുട്ടി മെയ് മാസം അടക്കത്തിന് എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. പോകുമ്പോൾ അമ്മയ്ക്ക് വയ്ക്കാൻ ഒരു പൂ കൊണ്ടുപോകുമായിരുന്നു. ഒരു ദിവസം അവൻ പൂ കിട്ടിയില്ല. അവൻ സങ്കടമായി. വീട്ടിൽ വന്ന് അവൻ കിടന്നുറങ്ങി ദുഃഖഭാരത്തോടെ. അന്ന് ആ സ്വപ്നത്തിൽ അവൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചു. അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, മോൻ വിഷമിക്കണ്ട, അമ്മയ്ക്കിഷ്ടം മോൻ്റെ സ്നേഹമുള്ള ഹൃദയ സമർപ്പണമാണെന്ന്. ഉണർന്നെഴുന്നേറ്റ് അവൻ ഒരു തീരുമാനമെടുത്തു. ഇന്നു മുതൽ ഞാൻ എൻ്റെ ഹൃദയം നിർമ്മലമായി സൂക്ഷിക്കും. അമ്മയ്ക്ക് നൽകുന്നതെല്ലാം അമ്മ ഈശോയ്ക്ക് നൽകുമല്ലോ. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അമ്മ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു സുഹൃത്ത് ജപമുണ്ട്: പരിശുദ്ധ അമ്മേ, എൻ്റെ നല്ല അമ്മേ, എൻ്റെ ഹൃദയം നിന്റെ തിരുക്കുമാരന് ഏറ്റവും പ്രിയപ്പെട്ട പൂങ്കാവനമാക്കി തീർക്കണമേ എന്ന്. മനസ്സിൽ മറിയത്തിന് ഇടം കൊടുത്താൽ ഈശോ നമ്മിൽ വളരും. ഈശോ നമ്മിൽ വളർന്നാൽ നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. നിത്യജീവിതത്തിലേക്കുള്ള സന്തോഷത്തിൻ്റെ വഴിത്താരകൾ പരിശുദ്ധ അമ്മ നമ്മുടെ യാത്ര സുഗമമാക്കട്ടെ. അമ്മയോടൊപ്പം നമുക്കും ആരംഭിക്കാം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും.